ഹായ് മക്കളെ, നമസ്കാരം. 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ പാഠഭാഗങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പാഠഭാഗങ്ങൾ യൂട്യൂബിനകത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ വളരെ വിശദമാക്കിയിട്ട് ചോദ്യങ്ങൾ വരാവുന്ന മേഖലകൾ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പരീക്ഷയുടെ മുൻപായിട്ട് അല്ലെങ്കിൽ പരീക്ഷയുടെ മുന്നോടിയായിട്ട് നമ്മൾ പഠിച്ച ക്ലാസ്സിനെ ഏറ്റവും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ സെക്ഷൻ ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റിവിഷന് വേണ്ടിയുള്ളതാണ്. ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടിയുള്ളതാണിത് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നിങ്ങൾ വായിച്ചേക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് സെറ്റായിരിക്കും, നിങ്ങൾ മറക്കൂല. ഇത് എൻ്റെ വാക്കാണ്, നിങ്ങൾ എന്ത് ചെയ്തോ, ഓർമ്മിച്ച് വെച്ചോ. ഈ പാഠഭാഗത്തിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏത് രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം എഴുതാനുള്ള കപ്പാസിറ്റി നമ്മൾ നേടിയെടുക്കും. കാരണം ആ രൂപത്തിലുള്ള പാഠസംഗ്രഹത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വന്നിരിക്കുന്നത്. സെറ്റാണല്ലോ മക്കളെ? അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. അതിൻ്റെ ഗുണം എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാർ എജുപോർട്ടിനോടൊപ്പം. ഓക്കെ, റെഡിയാണല്ലോ? സുഹൃതഹാരങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പരിശോധിക്കാൻ പോകുന്നത്. സുഹൃതഹാരങ്ങൾ യൂണിറ്റ് 1 ചാപ്റ്റർ 1 സുഹൃതഹാരങ്ങൾ. നോക്കുക, ആരാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത്? പരീക്ഷയ്ക്ക് മിക്കവാറും ഉപന്യാസ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പരാമർശിക്കേണ്ടി വരും. അങ്ങനെയുള്ള പരാമർശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നത്, കൊടുത്തിരിക്കുന്നത്. കുമാരനാശാൻ ആധുനിക മഹാകവിത്രയത്തിലെ ഒരാളാണ് കുമാരനാശാൻ. അപ്പോൾ ആധുനിക കവിത്രയം എന്ന് പറയുന്നത് 3 പേരുള്ളതായിരിക്കല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ബാക്കി 2 പേരാരാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇവരെയാണ് ആധുനിക കവിത്രയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. സെറ്റല്ലേ? ഇനി മറന്നുപോലല്ല മക്കളെ. ഓക്കെ, ആധുനിക മഹാകവിത്രയത്തിൽ ഒരാൾ. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് ഇദ്ദേഹം ജനിച്ചത്. പരമ്പരാഗത കാവ്യ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ കവിത കൊണ്ട് മലയാള കവിതയിൽ പുതിയൊരു ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച പ്രതിഭ. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായ കുമാരനാശാൻ SNDP യോഗം സെക്രട്ടറി എന്ന നിലയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഓർത്തുവെക്കുക, മലയാളത്തിന് പുറമെ സംസ്കൃതം, ബംഗാളി, ഇംഗ്ലീഷ് ഭാഷകളിലും പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വീണപൂവ് സെറ്റ്, നളിനി സെറ്റ്, ലീല സെറ്റ്, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ ചണ്ടാലഭിക്ഷിക്കകരണ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളും. പുഷ്പവാടി, മണിമാല, വനമാല, സ്തോത്രകൃതികൾ, ഇതൊക്കെ കവിതാ സമാഹാരങ്ങളും. ബാലരാമായണം, ശ്രീ ബുദ്ധചരിതം, ഇതൊക്കെ കാവ്യങ്ങളും. വിവർത്തനം നടത്തിയ സൗന്ദര്യലഹരി എന്ന കൃതിയും പ്രബോധചന്ദ്രോദയം, വിചിത്ര വിജയം എന്ന നാടകങ്ങളും കുമാരനാശാന്റെ കൃതികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇനി കവിതയെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ആമുഖം നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ പാഠഭാഗത്തിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇൻട്രോ? ശ്രീബുദ്ധൻ്റെ ദിവ്യ അവതാര കഥകളിൽ ഒന്നായ മാതംഗി എന്ന ചണ്ടാല യുവതിയുടെ സംഘപ്രവേശമാണ് ചണ്ടാല ഭിക്ഷുകിയിലെ ഇതിവൃത്തം. മാതംഗി എന്നു പേരുള്ള ഒരു ചണ്ടാല സ്ത്രീ സംഘപ്രവേശം എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധമതത്തിലേക്ക് കടന്നു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ദുരവസ്ഥയും, അതായത് ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയും ദുരവസ്ഥ എന്ന കൃതിയും ഒരു ഞെട്ടിൽ പൂത്ത 2 പുഷ്പങ്ങളാണെന്ന് ചണ്ടാല ഭിക്ഷുകിയുടെ അവതാരികയിൽ ഉള്ളൂർ പറയുന്നുണ്ട്. ബുദ്ധമതത്തിലെ പല ആശയങ്ങളും ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കാൻ പ്രയോജനപ്പെടുമെന്ന വിശ്വാസമാകണം ഈ കൃതിയിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തം സ്വീകരിക്കാൻ ആശാനെ പ്രേരിപ്പിച്ചത്. പ്രൊഫസർ ലക്ഷ്മി നരാസുവിൻ്റെ ദ എസൻസ് ഓഫ് ബുദ്ധിസം, ദ എസൻസ് ഓഫ് ബുദ്ധിസം എന്ന പുസ്തകത്തിൽ നിന്നുള്ള കഥയാണ് ഈ കവിതയ്ക്ക് ആധാരം.
ജാതി ശ്രേണിയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ട മാതങ്കിയോട് ഉന്നത കുലത്തിൽ ജനിച്ച ആനന്ദ ഭിക്ഷു കുടിക്കാൻ വെള്ളം ചോദിക്കുന്നിടത്ത് നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. സെറ്റാണല്ലോ. ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള ശ്രാവസ്തി എന്ന സ്ഥലത്തിനടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് വലിയൊരു വരൾച്ചയുണ്ടായി. സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്ന് തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു, ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു, ഭിക്ഷുവിൻ്റെ പേരെന്താണ്? ആനന്ദൻ എന്നാണ്. വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു. അതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഒരു ആമുഖം. ഇനി പാഠസംഗ്രഹം നോക്കുക. പാഠഭാഗം ഞാനിവിടെ വിശദീകരിക്കില്ല, അത് വേറൊരു യൂട്യൂബ് ക്ലാസ്സിനകത്ത് തന്നിട്ടുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയുള്ള ചുരുങ്ങിയ രൂപം തരികയാണ്. കിണറിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയുടെ ചലനങ്ങൾ സൂക്ഷ്മമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സെറ്റാണോ? കിണറിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയുടെ ചലനങ്ങൾ സൂക്ഷ്മമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അപ്പൊ കവിത തുടങ്ങുന്നത് തന്നെ എന്താണ്? വെള്ളം കോരുന്ന മാതങ്കിയെ വർണ്ണിച്ചുകൊണ്ടാണ്, കിണറിനെ വർണ്ണിച്ചുകൊണ്ടാണ്. ചുട്ടുപൊള്ളുന്ന ഒരു വേനൽക്കാലം. ഉത്തരേന്ത്യയിലെ ശ്രാവസ്തി എന്ന പുരാതനമായ പട്ടണത്തിനടുത്തുള്ളൊരു ഗ്രാമം. ശ്രീബുദ്ധ ശിഷ്യനായ ആനന്ദ ഭിക്ഷു നടന്ന് തളർന്ന് ഒരു ആൽമരച്ചോട്ടിലെത്തി. സൂര്യന്റെ കഠിനമായ ചൂട് ഭൂമിയെ ചുട്ടുപൊള്ളിക്കുന്നു. ഇനി അല്പം വെള്ളം കുടിക്കാതെ മുന്നോട്ട് നടക്കാനാവില്ല. അദ്ദേഹം ചുറ്റും നോക്കി. അതാ ഒരു പെൺകിടാവ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു. തൂമ തേടൽ പാളക്കും മാതങ്കിക്കുമുണ്ട്. അവൾ സുന്ദരിയാണ്. അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും സുന്ദരമാണ്. കിണറിൽ നിന്ന് ജലം തേടിപ്പോകുന്ന പാളയും സ്നേഹമാകുന്ന ജലം തേടിപ്പോകുന്ന മാതങ്കിയെയും ആനന്ദ ഭിക്ഷു കാണുന്നു. സ്നേഹം കിട്ടാതെ ഉഴലുന്ന മാതങ്കിയെയും കാണുന്നു. അദ്ദേഹം കിണറിനരികിലെത്തി. അല്ലയോ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ദാഹജലത്തിനായി അഭ്യർത്ഥിക്കുന്നു. കുറച്ച് വെള്ളം കുടിക്കാൻ തന്നാലും. ആര്യനായ, ശ്രേഷ്ഠനായ, ഉന്നത കുലജാതനായ, ഉന്നത ജാതിയിൽ ജനിച്ച ബുദ്ധഭിക്ഷു ചാമർ ജാതിയിൽപ്പെട്ട, ഏത് ജാതിയാണ്? ചാമർ സമുദായത്തിൽപ്പെട്ട തന്നോട് ദാഹജലം ചോദിക്കുന്നത് കേട്ടവൾ തെല്ലൊന്ന് അമ്പരന്നുപോയി. കെട്ടവളല്ല, കേട്ടവൾ ഒന്ന് അമ്പരന്നുപോയി. അയ്യയ്യോ, ദാഹം കൊണ്ട് അങ്ങ് ജാതിയും മറന്നോ? അല്ലയോ അല്ലലാലങ്ങു ജാതി മറന്നിതോ എന്ന് ചോദിക്കുന്നവരി, അയ്യയ്യോ ദാഹം കൊണ്ട് അങ്ങ് ജാതിയും മറന്നോ? നീചനാരിയായ, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയായ, അതിനെയാണ് നീചനാരി എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ആര്യന്മാർക്ക്, ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് ജലം വാങ്ങി കുടിക്കാൻ പറ്റുമോ? അങ്ങ് എന്ത് ചെയ്തു? ദാഹം വന്നപ്പം ജാതിയൊക്കെ മറന്നുപോയിരിക്കുന്നു. എന്നോട് കോപമുണ്ടാകരുതേ. അങ്ങേക്ക് ദാഹജലം നൽകിയാൽ ഈ ചണ്ഡാലിക്ക് പാപമുണ്ടാകും. ഞാൻ അങ്ങേക്ക് വെള്ളം നൽകി കഴിഞ്ഞാൽ സമൂഹം എന്നെ ശിക്ഷിക്കും. മാത്രമല്ല വിശ്വാസപ്രകാരം എനിക്ക് എന്ത് ചെയ്യും? ഒരുപാട് പാപമുണ്ടാകും. താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് ജലം വാങ്ങി കുടിക്കുന്നത് ഉയർന്ന ജാതിക്കാർക്ക് അന്ന് നിഷിദ്ധമാണ്. ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമായിരുന്നു, ഹറാമായിരുന്നു, അല്ലേ? അത് ആനന്ദ ഭിക്ഷു എന്ന ആരിനേക്കാളും മാതങ്കിക്കാണ് അപകടകരമാകുന്നത്. അതിൻ്റെ വിറയൽ അവളിൽ പ്രകടമാണ്. ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമർ നായകന്റെ കിടാത്തിയാണ് താനെന്ന് അവൾ ഭിക്ഷുവിനെ ഓർമ്മിപ്പിച്ചു. അതിൽ നിന്ന് ആനന്ദ ഭിക്ഷു നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. അല്ലയോ സോദരി. അപ്പൊ ഭിക്ഷു മറുപടി പറഞ്ഞു, ജാതി എനിക്കറിയേണ്ടതില്ല. ഞാൻ നിന്നോട് എന്ത് ചോദിക്കുന്നില്ല? ജാതി ചോദിക്കുന്നില്ല. എൻ്റെ തൊണ്ട വരണ്ടിരിക്കുന്നു. ഒട്ടും നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. എനിക്ക് അല്പം ജലം നൽകിയാലും. കൈകൂപ്പി ആളിങ്ങനെ കുനിഞ്ഞു നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹം കൈക്കുമ്പിൾ നീട്ടി. പിന്നെ അവൾക്ക് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം കല്ലും ഇരുമ്പും അല്ലാത്ത മനുഷ്യത്വത്തിന്റെ പെൺരൂപമാണ് മാതങ്കി. അവളുടെ മനസ്സ് കല്ലല്ല, അല്ലേ? മുന്നിൽ നിൽക്കുന്ന ദാഹിക്കുന്ന ആളെ കാണുന്ന സമയത്ത് ഒട്ടും പ്രതികരിക്കാതിരിക്കാൻ അവൾ ഇരുമ്പുമല്ല, മനുഷ്യ മനസ്സാണ്. അലിഞ്ഞുപോയി. ഇടതൂർന്ന തലമുടി മൂടിക്കൊണ്ട്, ശിരസിലൂടെ മുഖത്തെ മറച്ചുകൊണ്ട് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി ചെറുചിരിയോടെ അവൾ നിന്നു. അന്യപുരുഷന്മാരോട് മുഖം മറച്ചേ സംസാരിക്കാവൂ എന്ന പഴയ ആചാര രീതിയും ഇവിടെ സൂചിതമാകുന്നു.
ഉത്തരേന്ത്യയിലൊക്കെ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ തലയും മുഖവും മൂടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടുള്ളൂ. ആ ഒരു സാധനത്തെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കുമാരനാശാൻ തൻ്റെ കവിതയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടോ വിസ്മയം കൊണ്ട് അവളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ പ്രകാശിച്ചു. പുലരിയിൽ ചെന്തളിരിനേക്കാൾ ഭംഗിയുള്ള മേനി, സൂര്യരശ്മികളാൽ മൂടി അല്ലികൾ കാട്ടി നിൽക്കുന്ന താമര പോലെ വിടർന്ന ചിരിയോട് അവൾ നിന്നു. സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ താമരയിൽ ഉണ്ടാകുന്ന ഭാവവ്യത്യാസം ആനന്ദ ഭിക്ഷുവിൻ്റെ സാമീപ്യത്താലും പരിഗണനയാലും ആരിലും ഉണ്ടായി, മാതങ്കിയിലും ഉണ്ടായി. മത്തങ്ങയിലല്ല, മാതങ്കിയിലും ഉണ്ടായി എന്നർത്ഥം. ചുവന്ന് തുടുത്ത കൈക്കുമ്പിൾ നീട്ടി ദാഹജലത്തിനായി നിൽക്കുന്ന ഭിക്ഷുവിനെ ഇവിടെ വണ്ടായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്. പിന്നെ വിറയ്ക്കുന്ന കരങ്ങളാൽ പാളയിൽ നിന്നും ഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് കണ്ണാടി പോലെ തെളിഞ്ഞ ശുദ്ധജലം അവൾ എന്ത് ചെയ്തു, പകർന്നു നൽകി. ജലം സാമൂഹിക പരിവർത്തനത്തിനുള്ള ആയുധമായി മാറിയിരിക്കുന്നു. അവിടെ ഒരു ജാതീയമായിട്ടുള്ളൊരു ഭ്രഷ്ടാണ് എന്ത് ചെയ്തത്, ലംഘിച്ചിരിക്കുന്നത്. തണ്ണീർ തുള്ളികൾ കൊണ്ട് ആനന്ദ ഭിക്ഷുവിൻ്റെ ദാഹം തണുപ്പിച്ച മാതങ്കി നീചമായ ജാതിബോധത്തെ നീർത്തുള്ളികൾ കൊണ്ട് ഇല്ലാതാക്കുകയാണ്. വെള്ളം കൊടുത്തുകൊണ്ട് ആ സമയത്തുള്ള ജാതി സങ്കല്പത്തെ ആരെതിർക്കുന്നു, മാതങ്കി എതിർക്കുന്നു. നീചനാരിയായ മാതങ്കിയുടെ കാരുണ്യപൂർണമായ ഈ പ്രവർത്തികൾ അവളെ പുണ്യശാലിനിയാക്കി മാറ്റി. ജലം പുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. ജലാശയങ്ങളെ പുണ്യതീർത്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ടല്ലോ. അവൾ പകർന്നു കൊടുത്ത നീർത്തുള്ളികൾ അന്തമില്ലാത്ത സത്പ്രവൃത്തിയുടെ ഹാരങ്ങളായി മാറി അവളുടെ ആത്മാവിൽ വീഴുന്നുണ്ടാവും. ജാതി ചിന്തക്കെതിരെയുള്ള പ്രവൃത്തിയാണ് അവൾക്ക് സുഹൃതം നൽകുന്നത്. മാതങ്കി എന്ന ചണ്ടാല പെണ്ണിലൂടെ ആ ചരിത്ര ദൗത്യം നിർവഹിച്ച കുമാരനാശാനും ഉള്ളിൽ ഒരുപാട് സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞു നിർത്തുന്നു. നോക്കുക, ആദ്യത്തെ ചോദ്യം, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. മാതങ്കി ഇങ്ങനെ ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാവാം? അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. ഇങ്ങനെ ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാവാം? ഒരു കാലഘട്ടത്തിലെ ജാതീയതയെ കൃത്യമായി പരാമർശിക്കപ്പെടുന്നതാണ് ഈ പാഠഭാഗം. ഒരു കാലഘട്ടത്തിലെ ജാതി സമ്പ്രദായത്തെ കൃത്യമായി പരാമർശിക്കപ്പെടുന്നതാണ് ഈ ഭാഗം. ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ, ഉയർന്നവനും താഴ്ന്നവനും എന്ന വ്യത്യാസം ഒരുപാട് സാമൂഹിക അസമത്വങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആര്യനായ ഭിക്ഷു, ശ്രേഷ്ഠനായ ഭിക്ഷു നീചനാരിയായി സമൂഹം കരുതിയിരുന്ന ചാമർ ജാതിയിൽപ്പെട്ട തന്നോട് ദാഹജലം ചോദിച്ചതിനാലാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ പറയേണ്ടി വന്നത്. ശുദ്ധരെന്ന് കരുതുന്നവരെ അധകൃതരാക്കപ്പെട്ടവർ തീണ്ടിയാൽ പാപമുണ്ടാകും. ശുദ്ധരെന്ന് കരുതുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ അധകൃതർ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തൊടുകയോ കാണുകയോ മിണ്ടുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്താൽ പാപമുണ്ടാകും എന്ന ഭീതിയും ആർക്കുണ്ട്? ആ പെൺകുട്ടിക്കുണ്ട്. ജാതി വ്യവസ്ഥ കൊടി കുത്തി വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമർ നായകന്റെ മകളാണ് താനെന്നും തന്നോട് ദേഷ്യം തോന്നരുത് എന്നും ചണ്ഡാല ഭിക്ഷുകി പറയുന്നു. അങ്ങ് ദാഹം കൊണ്ട് ആചാരങ്ങൾ മറന്നുപോയോ എന്ന് ബുദ്ധ സന്യാസിയോട് ചോദിക്കുകയാണ് മാതങ്കി. തൻ്റെ വിനീതമായ എളിമ കൊണ്ടും അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയോടുള്ള ഭയം കൊണ്ടുമാണ് മാതങ്കി ബുദ്ധ സന്യാസിയോട് ഇത്തരത്തിൽ പെരുമാറുന്നത്. സെറ്റല്ല മക്കളെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഹൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക. സുഹൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക. നോക്കുക, സുഹൃതഹാരങ്ങൾ എന്നാൽ പുണ്യപുഷ്പങ്ങൾ എന്നാണ് അർത്ഥം. സെറ്റ്. സുഹൃതഹാരങ്ങൾ എന്നാൽ പുണ്യപുഷ്പങ്ങൾ എന്നാണ് അർത്ഥം. കയറി കഴിഞ്ഞു. ജലാശയങ്ങളെ പുണ്യതീർത്ഥങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഓർമ്മയിൽ വെക്കുക, ജലാശയങ്ങളെ, വെള്ളത്തിനെ പുണ്യതീർത്ഥം എന്നും വിളിക്കാറുണ്ട്. ജലം പുണ്യവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുണ്യം തെളിക്കുന്നത് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. മാതങ്കി പകർന്നു നൽകിയ ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകളായി തീർന്ന് അവസാനമില്ലാത്ത സൽപ്രവൃത്തിയുടെ ഹാരമായി മാറുന്നു. ജാതി ചിന്തക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള വിവേചനത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ് സുഹൃതം നൽകുന്നത്. സ്ത്രീ എന്ന നിലയിലും മാതങ്കിക്ക് ഏറ്റവും അധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കിയ പ്രവൃത്തിയാണ് തൊട്ടുകൂടായ്മക്കെതിരെ ദാഹജലത്തിലൂടെ നടത്തിയ ഫലപ്രദമായ പ്രയത്നം. ഇതിനാൽ സുഹൃതഹാരങ്ങൾ എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് അനുയോജ്യമാണ്. സെറ്റാണോ? സുഹൃതഹാരങ്ങൾ എന്നാൽ പുണ്യപുഷ്പങ്ങൾ എന്നാണ് അർത്ഥം. ജലാശയങ്ങളെ പുണ്യതീർത്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ജലം
പുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. മാതങ്കി പകർന്നു നൽകിയ ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകളായി തീർന്ന് അവസാനമില്ലാത്ത സൽപ്രവൃത്തിയുടെ ഹാരമായി മാറുന്നു. ജാതി ചിന്തക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള വിവേചനത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ് സുഹൃതം നൽകുന്നത്. സ്ത്രീ എന്ന നിലയിലും മാതങ്കിക്ക് ഏറ്റവും അധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കിയ പ്രവൃത്തിയാണ് തൊട്ടുകൂടായ്മക്കെതിരെ ദാഹജലത്തിലൂടെ നടത്തിയ ഫലപ്രദമായ പ്രയത്നം. ഇതിനാൽ സുഹൃതഹാരങ്ങൾ എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് വളരെയധികം അനുയോജ്യമാണ്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, കറ്റക്കാർ കൂന്തൽ എന്ന് തുടങ്ങി അവളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതിനകത്തുള്ള വർണ്ണനാ ഭംഗി വിശദമാക്കുക. ചോദ്യം വന്നു കഴിഞ്ഞാൽ മാതങ്കിയുടെ നിൽപ്പിനെയാണ് ആശാൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇടതൂർന്ന കറുത്ത തലമുടി മൂടിക്കൊണ്ട് ശിരസിലൂടെ മുഖത്തെ മറച്ചുകൊണ്ട് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി വെച്ചിട്ട് ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന മാതങ്കിയെ ഭംഗിയായി കവി അവതരിപ്പിച്ചിരിക്കുന്നു. മാതങ്കിയുടെ രൂപഭാവ ചലനങ്ങൾ അതിസൂക്ഷ്മമായ വാക്കുകൾ കൊണ്ട് വരച്ച ചിത്രമായി മാറുന്നു. ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ കലർന്ന സൗഹൃദ ഭാവമാണ് ചെറുപുഞ്ചിരിയിൽ തെളിയുന്നത്. അന്യപുരുഷന്മാരോട് മുഖം മറച്ച് സംസാരിക്കാവൂ എന്ന് പഴയ ആചാര രീതിയും സൂചിപ്പിക്കുന്നു. സെറ്റാണല്ലോ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ, അതിൻ്റെ സമ്മറി, അതിൻ്റെ ചോദ്യോത്തരങ്ങൾ മക്കൾ സെറ്റാക്കി വെക്കുക. 2 തവണ കേൾക്കുക. പിന്നെന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇത് മറക്കാൻ പോകുന്നില്ല. പാഠത്തിൻ്റെ സംഗ്രഹമാണ്, ചോദ്യോത്തരം മാത്രമാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മക്കൾ, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.